ഇവിടെ 2 ദിവസം കൂടുമ്പോഴാണ് ചന്തയിൽ പോകുന്നത്. പോകുമ്പോൾ 2 ദിവസത്തേക്കുള്ള മീൻ മേടിച്ചുകൊണ്ട് വരും. ഇന്നത്തെ മീൻ വങ്കടയാണ്. മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ മലക്കറി. അവിയൽ വയ്ക്കാനും സാമ്പാർ വയ്ക്കാനും. സാമ്പാറല്ല, മലക്കറി. പരിപ്പിടാതെ വയ്ക്കുന്നത് കൊണ്ടാണ് മലക്കറി എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങയൊക്കെ തിരുവി തോരത്തിനും അവിയലിനും അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. തോരനും അവിയലൊക്കെ ഞാൻ വയ്ക്കും. മീനും മലക്കറിയൊക്കെ അമ്മയാണ് വയ്ക്കുന്നത്. ഈ മീനും മലക്കറി പൊതുവേ അമ്മ ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ വയ്ക്കാറുള്ളൂ. ഇഡ്ഡലിക്കോടെ ദോശയ്ക്കോടെ ആണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇത് കണക്ക് പരിപ്പിടാത്ത കറിയായിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം മീനൊക്കെ ഞാൻ കണ്ടിക്കും. പക്ഷേ ഈ വങ്കട മീൻ ഞാൻ കണ്ടിക്കില്ല. എനിക്ക് അതിൻ്റെ തൊലി ഉരിക്കണ മീനുകളൊന്നും ഞാനങ്ങനെ കണ്ടിക്കാറില്ല. അവിയലിന് കറിക്കും അരിഞ്ഞു വെച്ചു. ഇത് തോരത്തിനാണ്, ക്യാരറ്റ് തോരത്തിനാണ്. തോരത്തിന് ഞാൻ ഈ ചോപ്പറിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യം കഴിയുമല്ലോ. എനിക്ക് കൊത്തി അരിയാനും അറിഞ്ഞുകൂടാ. മുമ്പ് ഇതില്ലായിരുന്ന സമയത്ത് ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ അരിയണമായിരുന്നു. ഇപ്പോൾ ഇതെനിക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനിടയിൽ തന്നെ നമ്മൾ അവിയൽ വേവുന്നുണ്ട്. അവിയലും തോരനും കൂടെ ഞാനൊരു അടുപ്പിലങ്ങ് വെച്ച് കൊടുത്തു. എനിക്ക് അടുക്കളയ്ക്കകത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഓരോന്ന് വേവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഒരറ്റത്തുനിന്ന് പാത്രങ്ങളും കഴുകി അടുക്കള ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് ചെറിയ ജലദോഷമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊണ്ട അടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അരിയുന്നതുകൊണ്ട് തോരൻ പെട്ടെന്ന് വേവും. അവിയലും തോരനും സെറ്റായിട്ടുണ്ട്. അവിയലിന് അരച്ചപ്പോൾ ഒത്തിരി അരപ്പ് ലൂസായിപ്പോയി. നമ്മൾ അവിയലിനായാലും തോരത്തിനായാലും അരപ്പിൽ കൂടെയാണ് മുളകിടുന്നത്. ഇതിന് അരപ്പിട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. റെഡി ആയിട്ടുണ്ട്. അവിയലും റെഡിയായി. ക്യാരറ്റ് ഞാൻ തോരൻ വെച്ചിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റും. കാരണം ഇത് ഇരുമ്പ് പിടിക്കണ ചട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ വേറൊരു കിണ്ണിയിലോട്ട് മാറ്റും. മീനിനുള്ള തേങ്ങയും തിരുവി അതിൽ ഉള്ളിയിട്ട് അടുക്കളയും ക്ലീനാക്കി ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി. അതിന് ശേഷം മലക്കറിയും മീൻ കറിയും വെച്ചത് അമ്മയാണ് കേട്ടോ. എന്തായാലും അടുക്കളയിൽ അഴുക്ക് വീഴൂല. കാരണം മീൻ പുറത്തു നിന്നാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ മീൻകറി റെഡിയായി, മലക്കറി റെഡിയായി. എനിക്ക് മലക്കറി ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മലക്കറി എടുത്തിട്ടില്ല. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് തിങ്കളിന് ചോറ് കൊടുക്കുന്നത്. ഞാൻ പെട്ടെന്ന് ചോറ് കഴിക്കും. തിങ്കൾ ഇച്ചിരി ലേറ്റായിട്ടാണ് കഴിക്കുന്നത്.